നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു ദാൽ തടുക്ക, അതായത് നമ്മുടെ ദാൽ കറി, അതായത് നമ്മുടെ പരിപ്പ് കറി. ഇത് ഞാൻ കടലപ്പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കടലപ്പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് കറി എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. കേരളത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് പരിപ്പ് കറി. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു പരിപ്പ് കറിയാണ്. അതിന് ഹിന്ദിയിലിവിടെ നമ്മൾ പറയുന്നത് ദാൽ തടുക്ക എന്നാണ് പറയുക. നല്ല രസകരമായിട്ടുള്ളതാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എല്ലാവരും, അതായത് നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണേൽ നമുക്ക് കഴിക്കാം. കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടം. അത് എരിവൊന്നുമില്ല, വളരെ കുറച്ച് സാധനങ്ങൾ പോരെ നമുക്കിതിനകത്ത് ചെയ്യാൻ. ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട നമുക്ക്. ഞാൻ ആദ്യം ഒരു സവോള എടുത്തിട്ട്, പിന്നെ ഒരു ചെറുത് മതി, മീഡിയം സൈസ്, പിന്നെ ഒരു തക്കാളി, പിന്നെ നമുക്ക് കുറച്ച് ചെറിയൊരു ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഞാൻ 3 അല്ലിയാണ്, കുറച്ച് വലുതാണ്. പിന്നെ ഒരു 3-4 പച്ച, നിങ്ങളുടെ എരിവ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില, പിന്നെ കരിവേപ്പില. ഇത്രയും മതി, വളരെ ചെറിയ സാധനങ്ങൾ മതി ഇതിനകത്ത് നമുക്ക് വെജിറ്റബിളായിട്ട് നമുക്ക് വളരെ. പിന്നെ അതിനകത്ത് നമുക്ക് ഇച്ചിരി ജീരകവും കടുകും മഞ്ഞപ്പൊടിയും ചുവന്ന മുളകൊക്കെ മതി. ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വളരെ ചെറുതായിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിലൊരു കട്ടിടും. ഉള്ളി അത് ഇടുമ്പോൾ ചിലർ പറയും മധുരിക്കുമെന്ന്. പക്ഷെ ആ മധുരത്തിനകത്ത് തന്നെ ഒരു ടേസ്റ്റ് വരും. അതായത് ഈ പരിപ്പ് കറിക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ എരിവ് വളരെ കുറവായിരിക്കും. എരിവ് വളരെ കുറച്ചിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കാറുള്ളത്. വേണമെങ്കിൽ നമ്മൾ ഈ ചുമന്ന മുളകിട്ട് നമ്മൾ അതിനകത്ത് എന്താ പറയുക, നമ്മൾ എരിവ് വേണമെങ്കിൽ അത് നമുക്ക് ഞെരടി ഉപയോഗിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട, അതായത് സ്വാദിഷ്ടമായ എരിവില്ലാത്ത ഒരു ഇതാണ് ദാൽ എന്ന് പറയും ഹിന്ദിയിൽ. ദാൽ തടുക്ക എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഈ ദാൽ ഇതുണ്ടാക്കുമ്പോൾ തക്കാളിയൊന്നും ഇടില്ല. പക്ഷെ നിങ്ങളിത് ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ്. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇത് വളരെ ടേസ്റ്റാണ്, വെറുതെ പറയുകയല്ല. അതിൻ്റെ പാര്യം വന്നപ്പോൾ നാവിൽ വെള്ളം വരുന്നു, സത്യം പറഞ്ഞാലുണ്ടല്ലോ. നല്ല ഇതാണ്. അതായത് നമുക്കെപ്പോഴും നമ്മൾ ഈ ഫുഡുകൾ, നമ്മൾ ഓരോ കറികൾക്കും അതിൻ്റേതായ രീതിയിലുള്ള എരിവുകൾ ഒക്കെ ഉണ്ട്. പക്ഷേ പൊതുവേ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവ് കുറഞ്ഞ ആഹാരങ്ങളാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് നമ്മൾ കേരളത്തിൽ നമുക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ ഇതിനകത്ത് അതുണ്ട്. ഒരു കേരളാക്കം എന്താ പറയുക, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ദാൽ തടുക്കയാണ്. എരിവുണ്ടാകാം, എന്നാലും വളരെ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് എരിവ് കുറവാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ നമുക്ക് എങ്ങനെ വളരെ ചെറുതായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ ചെറുതായിട്ട് എടുത്താൽ മതി, വലിയ കാര്യമൊന്നുമില്ല, ചെറുതായിട്ട് എടുത്താൽ മതി. ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് നമുക്കത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഈ കറികൾ ഉണ്ടാക്കുമ്പോൾ തക്കാളി, ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യനിൽ അതായത് ഒരു 90% അവിടുത്തെ, അല്ലെങ്കിൽ എല്ലാ കള്ളിലും തക്കാളികൾ ഉപയോഗിക്കും. അവർക്ക് തക്കാളി ഇല്ലാത്ത ഒരു ടമാറ്റർ ചേർക്കാത്ത കറികൾ വളരെ കുറവാണ് അവർ ചെയ്യുന്നത്.
ടേസ്റ്റ് ഉണ്ട്. അത് കുറേ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ ഈ ഇപ്പോൾ ഈ ഡൽഹിയിലൊക്കെ വന്ന് താമസിക്കുന്ന ആ കാലയളവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25-30 വർഷത്തോളം ആകുന്നു ഞാനൊക്കെ വന്നിട്ട്. അപ്പം വളരെ ചെറുപ്പത്തിലാണ് നമ്മളൊക്കെ ഡൽഹിയിലേക്ക് വരുന്നത്, ചെറുപ്പത്തിൽ. അപ്പോൾ അന്ന് തൊട്ട് ഇത് കഴിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നും. പിന്നെ ഇപ്പോൾ ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും ഈ സാധനം നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിലും പല സ്ഥലങ്ങളിലും നല്ല ഹോട്ടലുകളിലൊക്കെ കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒട്ടുമുക്കാലും കുക്കുകൾ ഒക്കെ ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇപ്പോൾ ചൈനീസ്, അതായത് നമ്മുടെ നേപ്പാളീസ് ആയിട്ടുള്ള കുക്കുകൾ നല്ലതായിട്ട് കുക്ക് ചെയ്യും. അത്യാവശ്യം നമുക്ക് തുടങ്ങാം. കുറച്ച് എണ്ണ ഒഴിക്കാം, അത്യാവശ്യത്തിന് മതി. കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, വളരെ കുറച്ചാണ് എണ്ണ ഒഴിക്കുന്നത്. വളരെ കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, മതിയാവും. എണ്ണ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുകിടാം. കടുകിട്ടതിന് ശേഷം കടുകിട്ടതിന് ശേഷം കടുകിടാം. നമുക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടണം. കടുക് നമ്മളെപ്പോഴും എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല കറികളിലും, അതായത് കടുകിടാൻ പറ്റുന്ന സാധനങ്ങളിലും കടുകിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതൽ ഇടാറുള്ള ഒരാളാണ് ഞാൻ. അത് എനിക്ക് വളരെ ടേസ്റ്റ് തോന്നാറുണ്ട്, കടുകിൻ്റെ ആ പൊട്ടിയിട്ടുള്ള ആ ടേസ്റ്റ്. എല്ലാം കുറച്ചാണ് എണ്ണ ഒഴിക്കുന്നത്, വളരെ കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, മതിയാവും. എണ്ണ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുകിടാം. കടുകിട്ടതിന് ശേഷം കടുകിട്ടതിന് ശേഷം കടുകിടാം. നമുക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടണം. കടുക് നമ്മളെപ്പോഴും എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല കറികളിലും, അതായത് കടുകിടാൻ പറ്റുന്ന സാധനങ്ങളിലും കടുകിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതൽ ഇടാറുള്ള ഒരാളാണ് ഞാൻ. അത് എനിക്ക് വളരെ ടേസ്റ്റ് തോന്നാറുണ്ട്, കടുകിൻ്റെ ആ പൊട്ടിയിട്ടുള്ള ആ ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ എൻ്റെ കാര്യം, എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് ആ കടുക്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചുമന്ന മുളക് ഇടാം. അത് നല്ലതായിട്ട് ഒന്ന് മൂത്ത് ഒരു കറുത്ത കളറാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇടാം. കരിയാപ്പില ഇടുന്നത് നല്ലതാണ്, കരിയാപ്പില ഇടാം. ഉള്ളി ഇടാം. ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും, നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടോ, ഒന്ന് പെട്ടെന്ന് വഴന്നെടുക്കാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ അധികം ഇടണ്ട, നമ്മൾ ഓൾറെഡി നമ്മുടെ ദാലിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ് കൂടാതെ നമ്മുടെ പാകത്തിനിട്ടാൽ മതി. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളാരും ഒന്ന് ലൈക്ക് പോലും ചെയ്യാറില്ല. ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വളരെ കുറച്ചായിട്ടുള്ളൂ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്, ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്താൽ ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷനാകും. പിന്നെ നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നമുക്കിപ്പോൾ അതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് തക്കാളി ഇടാം. തക്കാളി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പറഞ്ഞു വന്നത്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം.
ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾ വേറെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് എന്നോട് പറയണം. ഞാൻ വലിയൊരു കുക്കൊന്നുമല്ല, ഇത് എൻ്റെ ഒരു പാഷനാണിത്. ഓക്കെ, അപ്പം ഇതിനകത്ത് വല്ല കുറവ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പലതരത്തിലുള്ളത് എക്സ്പെരിമെൻറ്റിൽ ചെയ്യുക. ഇത് ഞാനൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്നു. എൻ്റെ തുടങ്ങിയ പുതിയൊരു ചാനലായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ നല്ല ഐറ്റംസൊക്കെ ഞാൻ ചെയ്യാം. നല്ല നല്ല ഡിഷസുകൾ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ഡിഷ് മാത്രം ഇപ്പോൾ കുറച്ചൊക്കെ ചെയ്യുന്ന, സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ നല്ല കുറച്ച് പുതിയ സാധനങ്ങൾ ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്ത് പൊടികൾ ഇടുന്ന ഇച്ചിരി മല്ലിപ്പൊടി ഇടണം കേട്ടോ. മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇടണം. ഇത് മെയിനായിട്ട് കുറച്ച് മല്ലിപ്പൊടി. ഒരു മല്ലി കൂടുതൽ ഇടാൻ പാടില്ല, വളരെ കുറച്ച് ഇടാവുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് ഇടണം. അല്ലാതെ മുന്നിലേക്ക് വരാൻ പാടില്ല. വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് മഞ്ഞൾ കൂടെ ഇട്ടോളൂ. ഓക്കെ, അപ്പം നല്ല രുചി ഉണ്ടാവും. ഓക്കെ, ചെറുതായിട്ടിടണം. മഞ്ഞൾ നമ്മളെപ്പോഴും ഇത്തിരി കൂടിയാലും, അതായത് മഞ്ഞൾ കൂടിക്കഴിഞ്ഞാൽ അതിന് കുത്തു വരും. പക്ഷേ അതായത് മഞ്ഞൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസങ്ങൾ വരാറുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, നമ്മുടെ ബോഡിക്ക്. ഓക്കെ, മഞ്ഞൾ നല്ലതാണ്. അതുകൊണ്ട് കൂടുതൽ ഇട്ടിട്ട് കളി കുളവാക്കാനല്ല പറയുന്നത്. പക്ഷേ മഞ്ഞളിടാം. നമുക്ക് ചില സമയങ്ങളിലൊക്കെ മല്ലിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, അറിയില്ല. ഓക്കെ, പൊതുവേ നമ്മൾ ഈ ദാൽ തടുക്ക എന്നൊക്കെ പറയുന്ന നോർത്ത് ഇന്ത്യൻ ഡിഷിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും ഒരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ നിൽക്കും ആ സാധനം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട്, നമുക്ക് ഒത്തിരി പച്ചക്കറിയോ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീടുകളിലുണ്ടാവും ഈ സാധനം. വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അത് വഴണ്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ദാലിട്ട് എടുക്കുക ചെയ്തു. വളരെ രസം തോന്നുന്നു കാണാൻ. നല്ല അതിൻ്റെ കളർ നോക്കി, നല്ല മഞ്ഞ കളറ്. അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയാണ്. വളരെ ടേസ്റ്റായിട്ടുള്ള സാധനമാണ്. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്യണം. ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ ഞാനിത് ചെയ്തിരിക്കുന്നത് ശരിയാണോ. അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിത് വെറുതെ ഇതിങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ആരെങ്കിലും കാണുമ്പം ഒന്ന് കണ്ടു പോകുമ്പം വളരെ കുറച്ച് പേരേ ഉള്ളൂ കാണുന്നുള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കാണണം. കണ്ട് ഇതിനകത്ത് എന്താ കുറവുള്ളതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ തന്നെ അറിയിച്ചാൽ എനിക്ക് വളരെ സന്തോഷമാവും. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. സോ നല്ല രസകരമായിട്ടുള്ള, ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഓക്കെ, താങ്ക് യു.